നമുക്കിന്ന് കുറച്ച് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം ക്യൂട്ടായിട്ട് കുറച്ച് നെയിം സ്ലിപ്സ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു A4 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ A4 ഷീറ്റിനെ നമുക്ക് ഈക്വലായിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം. ഒരു A4ൻ്റെ അകത്തുനിന്ന് നമുക്കൊരു 8 നെയിം സ്ലിപ്പ് വരെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഓരോന്നിൻ്റെ അകത്തും നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഞാനൊരു 6 നെയിം സ്ലിപ്പാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ സ്കെച്ച് പെന്നും ക്രയോൺസും യൂസ് ചെയ്തിട്ടാണ് ഞാൻ അതിൻ്റെ മൊത്തം ബോർഡറും ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ നെയിം സ്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യെല്ലോ കളർ സ്കെച്ച് പെന്ന് വെച്ചിട്ട് ഇതുപോലെയൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തേതും മൂന്നാമത്തേതും ഏകദേശം ഒരേപോലെ ഒരു സ്ക്വയർ അല്ല റെക്റ്റാങ്കിൾ പാറ്റേണിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. നാലാമത്തേത് നമ്മൾ ചെറിയൊരു ബബിൾ പോലെയാണ് ഉദ്ദേശിച്ചത്, ആ ബ്ലാക്ക് കളർ അങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അഞ്ചാമത്തേത് ഒരു ക്ലൗഡ് പോലെയും ലാസ്റ്റിലത് പിങ്ക് കളർ വെച്ചിട്ട് ഒരു സ്ക്വയർ ബോർഡർ പോലെയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇതിൻ്റെ മേലെ വരച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി ഒട്ടിച്ചു കൊടുത്താലും മതി. ഇനിയിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ അത് വെച്ച് ഒട്ടിച്ചു കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയത് ഇതിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പേരും ക്ലാസ്സും സബ്ജക്റ്റും സ്കൂളൊക്കെ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നെയിം സ്ലിപ്പ് ഇവിടെ റെഡിയായേ. നമ്മുടെ അടുത്ത ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ഒരു മിനി നോട്ട്ബുക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പഴയൊരു ബുക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എഴുതാതെ വെച്ച കുറച്ച് പേജുകൾ ഇതുപോലെ പിച്ചി എടുത്തിട്ട് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ പുറകിലായിട്ട് ഇതുപോലെ ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു മിനി നോട്ട്ബുക്കിന് ഒരു ചട്ട വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ പഴയ ബുക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ചട്ട ഊരിയെടുത്തിട്ട് നമുക്ക് വേണ്ട സൈസിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു ഡെനിമിൻ്റെ ക്ലോത്ത് വെച്ചിട്ടാണ് അത് കവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ പുസ്തകം പൊതിയുന്ന പോലെ തന്നെ പൊതിഞ്ഞു കൊടുത്താൽ മതി. ഇനി നിങ്ങളുടെ കയ്യിൽ ഈ ഡെനിമിൻ്റെ ക്ലോത്ത് ഒന്നും ഇല്ലെങ്കിൽ അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ക്ലോത്തോ അല്ലെങ്കിൽ റാപ്പിംഗ് പേപ്പറോ വെച്ച് കവർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതെ, നമ്മുടെ മിനി നോട്ട്ബുക്കും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മൂന്നാമത്തെ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു പേപ്പർ പൗച്ചാണ്. നമ്മൾ ഇത്രയും നേരം ചെയ്ത ആ 2 ക്രാഫ്റ്റും പോലെയല്ല, ഈ ഒരു പേപ്പർ പൗച്ച് നമുക്ക് അധിക കാലമൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ഭംഗിക്ക് ഒരു സന്തോഷത്തിന് വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യാനേ പറ്റൂ. പക്ഷേ നല്ല അടിപൊളി ക്രാഫ്റ്റാണ്, എന്തായാലും ചെയ്ത് നോക്കും. അപ്പം നമ്മുടെ പൗച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പേപ്പറിനെ 3 മടക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലെയൊക്കെ മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണുന്നതുകൊണ്ടാണ് അധികം വിശദീകരിക്കാത്തത്. പിന്നെ അതെ, വൈറ്റ് പേപ്പറിൽ ഞാൻ ഇതുപോലെ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുത്ത് മുകളിലൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഇനി ഈവൻ A4 പേപ്പറിലാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ അകത്ത് കുറച്ച് സ്റ്റിക്കേഴ്സും കൂടി ഉണ്ടാക്കി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്യൂട്ടായിട്ട് നിങ്ങൾക്ക് ആ പൗച്ച് കിട്ടും. അപ്പോൾ അതെ, അത്രയേ ഉള്ളൂ. നമ്മുടെ പേപ്പർ പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പെന്നോ സ്കെയിലോ പെൻസിലോ സ്കെച്ച് പെന്നോ എന്ത് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പിന്നെ ഓർത്തോ, ഇത് അധികം നാൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതൊരു താൽക്കാലിക അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ്. ഇനി നമുക്ക് സിമ്പിളായിട്ടൊരു പെൻസിൽ ടോപ്പർ ഉണ്ടാക്കി നോക്കാം. ഞാനിവിടെ ക്ലേ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇതേ മോഡലിൽ പേപ്പർ വെച്ചിട്ടും കട്ട് ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഞാനിപ്പോൾ ഇവിടെ എയർ ഡ്രൈ ക്ലേ ഒന്നുമല്ല എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ എയർ ഡ്രൈ ക്ലേ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഈ ഒരു ക്ലേ യൂസ് ചെയ്തത്. ഈ ഒരു ക്ലേ ഹാർഡാവില്ല, അതുകൊണ്ട് ഇത് വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് പെർമനൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ക്ലേ എടുത്തോ. കളറില്ലാത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ലാസ്റ്റ് പെയിൻറ്റ് അടിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ ഉരുട്ടിയിട്ട് അതിന് 2 കണ്ണ് പോലെയും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്താ സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളൊരു തവളക്കുട്ടനെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അതിന് കുറച്ച് കണ്ണും മൂക്കും വായും ബ്ലഷും ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇതേ പാറ്റേണിൽ വേറെയും പല സാധനങ്ങളും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയും കൂടി ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം നമ്മുടെ പെൻസിൽ ടോപ്പറിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. നല്ല ക്യൂട്ടായിട്ട് കിട്ടിയിട്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി നമ്മൾ അവസാനമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബുക്ക് മാർക്കാണ്. ഇതും ഭയങ്കര സിമ്പിളായിട്ട് സ്കെച്ച് പെൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഒരു 4 കളർ സ്കെച്ച് പെന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ എടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് ഹാർട്സ് ഇതുപോലെ മുകളിൽ നിന്ന് താഴോട്ടായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിന് നമ്മൾ ഈ ഒരു കളേഴ്സ് വെച്ച് ഫില്ല് ചെയ്തും കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ബ്ലാക്ക് കളർ പെന്ന് വെച്ചിട്ട് ഇതിന് കുറച്ച് ഔട്ട്ലൈൻ പോലെയും പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഹാർട്സും അവിടെ ഇവിടെയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബുക്ക് മാർക്ക് നല്ല ഫില്ലായിട്ടിരിക്കും. ഇനി ഇതുപോലെ ഒരു റിബൺ വെച്ച് നമ്മൾ മുകളിൽ കെട്ടിയും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ബുക്ക് മാർക്കിൻ്റെ പണി എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് വേഗം ചെയ്തെടുക്കാൻ പറ്റില്ലേ? എന്തായാലും ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 5 ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടേ.